ബാക്കോട്ടെ ബാക്കോട്ടെ മൊത്തം 1, 2, 3 പുഴു കേട്ടോ. 3 എണ്ണം എന്ന് പറയുമ്പം ഒന്നിനൊരു 10-15 റുപ്യ വെച്ചിട്ട് ഒരു 45 റുപ്യ ബില്ലിൽ ആഡ് ചെയ്ത് തരും. വെറുതെ വർത്താനം പറയാൻ നിൽക്കരുത്, അത് അടച്ചിട്ട് പൊക്കോളുക, അതല്ല ഏറ്റവും നല്ലത് അല്ലേ. 3 പുഴയല്ലേ നമ്മൾ കണ്ടത്, അതെ 3 പുഴു. അതെ, ഈ മൃണാളിൻ്റെ പിന്നാലെ തന്നെയാണോ എന്ന് വിചാരിക്കട്ടെ എല്ലാവരും. മൃണാളിൻ്റെ പിന്നാലെ ആയതുകൊണ്ടല്ല, മൃണാൾ കുറേ കാലം കണ്ടവരൊക്കെ പിന്നാലെ പോയത് കൊണ്ടാണ് ഇപ്പം എല്ലാവരും കൂടെ മൃണാളിൻ്റെ പിന്നാലെ പോകുന്നത്. അല്ലാണ്ട് പുള്ളിനോട് പേഴ്സണലി ഈ പറഞ്ഞ ആർക്കും ഒരു വിരോധവും ഇല്ല. ഈ പുള്ളിയുടെ കച്ചവടത്തിനോടുണ്ടോ അതോ ബിസിനസ്സിനോട് വിരോധമുണ്ടോ? പുള്ളിയുടെ ബിസിനസ്സിനോടും വിരോധമില്ല. പക്ഷെ പുള്ളി ഈ പറഞ്ഞ ആൾക്കാരുടെ ഒക്കെ കച്ചവടത്തിനും ബിസിനസ്സിനും ഒക്കെ എതിരെ സംസാരിച്ചപ്പം ഒന്നും സംസാരിക്കാൻ പറ്റാതെ നിന്ന കുറേ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ പുള്ളി ഇങ്ങനെ കയറി അതായത് നമുക്ക് ഇഷ്ടപ്പെടുന്ന പല റെസ്റ്റോറൻറ്റിലും പോയിട്ട് പുള്ളി പല കുറ്റങ്ങളും പറഞ്ഞിട്ട് ഇറങ്ങിയ സമയത്തെ ഈ നമ്മൾ ഇന്നലെ കോക്ക് പറഞ്ഞ പോലെ എന്തെങ്കിലും ഒന്ന് പുള്ളി തുടങ്ങിക്കഴിഞ്ഞാൽ കുറ്റം പറയാമെന്ന് വിചാരിച്ചിരുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല. പുള്ളി തുടങ്ങിയിട്ട് കുറച്ച് കാലമായി, ഇതുവരെ ആരും കുറ്റം പറയാൻ പോയിട്ടില്ല. ഇത് അവിടെ കയറി ചെന്ന് ആദ്യം ഈച്ചനെ കിട്ടി, ഇന്നലെ പുഴുവിനെ കിട്ടി, നാളെ ചിലപ്പോൾ ആനക്കുട്ടിനെ വരെ ഇന്ന് കിട്ടിയെന്ന് വരും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇത് എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ കണ്ട വീഡിയോ കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തറ പുള്ളിയുടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, തൃപ്പൂണിത്തറ തന്നെയല്ല, അതെ, അവിടെ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള പുഴുവാണ്. 2-3 പുഴുക്കൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു 1-2 പേര് വീഡിയോ ചെയ്തു, അത് കണ്ടിട്ട് ഞാൻ ചെയ്തതാണ്, അല്ലാണ്ട് ഞാൻ അവിടെ പോയി പുഴുവിനെ പിടിച്ചില്ല കേട്ടോ, വേറെ കാര്യം. അപ്പോൾ ചെയ്ത ആൾക്കാർ വിശ്വാസ്യതയോടുകൂടി തന്നെ അവിടെ നിന്ന് കിട്ടിയ ആളുകൾ അയച്ചു കൊടുത്ത വീഡിയോ കണ്ടിട്ട് അവരത് എടുത്ത് ചെയ്തതാണ്. അപ്പം ആ ചെയ്ത വീഡിയോ ആണ് നമ്മളും എടുത്ത് റിയാക്ട് ചെയ്തത്. അപ്പം ഇതിൽ പുഴുവിനെ കിട്ടിയതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് നമ്മൾ എല്ലാത്തിനും കയറി ഇങ്ങനെ കുറ്റം പറയാൻ മാത്രമല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് തിങ്ക് മൂപ്പർക്ക് വേണ്ടിയിട്ട് പറയാൻ പറ്റുമോ ഞാൻ ആദ്യം നോക്കിയത്. നമ്മളെപ്പോഴും ഈ പുള്ളിൻ്റെ അവിടെ നീച്ചനെ കിട്ടി, അവിടെ ബിരിയാണിക്ക് ചൂടില്ല, ബിരിയാണിക്ക് ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പം പുള്ളി വേണേ തിന്ന് ഇറങ്ങിയിട്ട് പോടാന്ന് പറഞ്ഞ്, അല്ല ഇങ്ങനത്തെ കുറ്റങ്ങൾ മാത്രമല്ലല്ലോ, ഇപ്പം മനുഷ്യനും കുറേ നല്ല കാര്യങ്ങളില്ല. അപ്പം ഈ പുഴുവിനെ പറ്റി നമ്മളൊന്ന് കൂടുതൽ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഒന്നുകൂടെ ആ വീഡിയോ ഇട്ട് തരാം, ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങളെ. നിങ്ങൾ ആ മനുഷ്യൻ കണ്ടോ, മനുഷ്യൻ പുഴുവിനെ എങ്ങനെ വിരലിലെടുത്ത് കാണിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചില്ല നിങ്ങൾ? ഇങ്ങനെ വിരലിൽ ആ പുഴുവിനെടുത്ത് കാണിച്ചിട്ട്, അതായത് അവരതിനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം പുള്ളി കഴിച്ചുകൊണ്ടേ ഇരിക്കാം, അത് ശ്രദ്ധിച്ചു നിങ്ങൾ? പുള്ളി കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പുള്ളിയുടെ കൈയിൻ്റെ ഇവിടെ പുഴുവിനെ കാണിച്ചിട്ടുണ്ട്. പുള്ളി മറ്റേ കൈ കൊണ്ട് നല്ല വായിലിട്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ചവച്ചുകൊണ്ടിരിക്കുകയാണ് 2 പുഴുവ കഴിയുന്നുണ്ട്. അപ്പം ഞാൻ ചിന്തിച്ചത്, ഇപ്പം നമ്മളൊരു ഹോട്ടലിൽ നിന്ന് നമ്മൾ കഴിച്ച ഫുഡിൻ്റെ ആ ഫുഡിൽ തന്നെ കിട്ടണമെന്നില്ല, പ്ലേറ്റിൽ നിന്ന് കിട്ടണമെന്നില്ല, ആ ഏരിയയിൽ എവിടെയെങ്കിലും പുഴുണ്ടെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ആ കഴിക്കുന്നൊന്ന് സ്റ്റോപ്പ് ചെയ്യും അല്ലേ? അറ്റ്ലീസ്റ്റ് നമ്മൾ വായിലിട്ടത് എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കി അല്ലെങ്കിൽ തുപ്പി വെച്ചിട്ട് നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുമ്പോഴും ഈ പുഴുവിനൊക്കെ കയ്യിൽ വെച്ച ഒരാൾക്ക് എങ്ങനെയും ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നത് ഞാൻ കുറേ ആലോചിച്ചത്. അത് വല്ലാത്തൊരു, ഞാൻ പുള്ളിനെ കുറ്റം പറഞ്ഞല്ലോ കേട്ടോ, ഞാൻ പറഞ്ഞതാണ്. ഒരാളുടെ മാനസികമായിട്ട് എങ്ങനെ പറ്റും? എനിക്ക് പറ്റില്ല കേട്ടോ. ഞാൻ അങ്ങനെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് പുഴുവിനെ കിട്ടിയ 2 എണ്ണത്തിൻ്റെ കയ്യിൽ വെച്ചിട്ട് ഒന്നിനെങ്ങനെ ഇതുമ്മലെ വെക്കുന്നു, ഒന്നിനെ ഇലേൻ്റെ സൈഡിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുന്നത്, ഞാൻ കൂളായിട്ട് ചവച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ വേറെ ഒന്നും ചവയ്ക്കാനില്ല. ആ ഫുഡ്, ആ കഴിച്ച പൊറോട്ടയും അതൊക്കെ തന്നെയാണ് പുള്ളി ചവച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് മനസ്സിലാവും. അല്ലാണ്ട് വേറെ ഫുഡും വേറെ പുറത്ത് പോയിട്ടൊന്നുമല്ല. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സംശയം വന്നു, അത് എങ്ങനെ പറ്റുന്ന ഒരാൾക്ക് എന്നുള്ളത്. ഇനി പുള്ളി അത്രയും ഈ മനസ്സിൽ അത്രയും കട്ടിയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ പുള്ളിക്ക് ഇതൊന്ന് കണ്ടു കഴിഞ്ഞാൽ അത്ര ചില ആൾക്ക് അറപ്പമൊക്കെ തോന്നുമല്ലോ. OCD എന്നൊന്നും പറയണ്ട, ഇത് OCD ഒന്നുമില്ല, ഇതൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലും പുള്ളിക്ക് ഇല്ല. പുള്ളി അത്രയും സ്ട്രോങ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഒരു പുള്ളിനെ പറ്റി ഒരു കുറ്റം എനിക്ക് പറയാനില്ല. പക്ഷേ എനിക്ക് തോന്നിയൊരു സംശയം മാത്രം കേട്ടത്. പിന്നെ നമ്മളിങ്ങനെ കീറി മുറിച്ചുകൊണ്ടാണല്ലോ പോകുന്നത്. അപ്പോൾ നമ്മൾ പുഴുവിനെ പറ്റി എടുക്കാം. നിങ്ങൾ ആ പുഴുവിനെ ശ്രദ്ധിച്ചോ? ആ ചെറിയ മറ്റേ പുഴു കേട്ടോ. ഈ ഭക്ഷണമൊക്കെ കേട് വന്നു കഴിഞ്ഞാലൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ എലിയോ പൂച്ചയൊക്കെ ചത്ത് കിടന്നാൽ നമ്മൾ ആദ്യം കാണുന്നത് ഇങ്ങനത്തെ ഒരു പുഴുക്കൾ പല ടൈപ്പും ഉണ്ട്, വലുതും ചെറുതും ഒക്കെ ഉണ്ട്. ഇത് ചെറിയ വെള്ള കളറുള്ള ചെറിയൊരു പുഴു. അപ്പോൾ ഈ ഒരു പുഴു ആ ഒരു ആ ഇല എന്തായാലും വാട്ടി വെച്ചിട്ടുള്ള ഇലയാണ്, പച്ചലല്ല. വാട്ടിയ ഇലയുടെ മുകളിൽ എന്തായാലും പുഴു വരാൻ ചാൻസ് ഇല്ല. വാട്ടുമ്പോൾ തന്നെ ഈ പുഴുക്കളൊക്കെ എന്താ പറയുക, ഇങ്ങനെ കരിഞ്ഞു പോകും, ആ ഫുഡിൻ്റെ കൂടെ അങ്ങോട്ട് മിക്സ് ആവുകയുള്ളൂ. പിന്നെ ആ ഫുഡാണെങ്കിലും ചൂടാക്കിയതായിരിക്കും. നമ്മൾ ഈ കിഴി പൊറോട്ട എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അകത്ത് പൊറോട്ടയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ വാട്ടിയ ഇല വെച്ച് വീണ്ടും അതൊന്ന് ചൂടാക്കിയിട്ടൊക്കെ എടുക്കുക.
അപ്പോൾ അത്രയും ആക്റ്റീവായിട്ടൊരു പുഴു അതിൻ്റെ മുകളിൽ നിൽക്കണമെങ്കിൽ അതെന്തായാലും ആ ഫുഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത പുഴുവാന്ന് എനിക്ക് തോന്നുന്നില്ല, ഇലയുടെ മുകളിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്ത പുഴുവാന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് പാക്ക് ചെയ്ത് വെച്ചു കൊടുക്കുന്നത് മറ്റു വല്ല സംഭവങ്ങൾ അതിലോട്ട് തട്ടി വീഴുകയോ മറ്റ് കേടുവന്ന ഭക്ഷണത്തിൻ്റെ വല്ലതോ അതല്ലെങ്കിൽ കേടുവന്ന പച്ചക്കറികളോ എന്തെങ്കിലുമൊക്കെ സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ നിന്ന് ചാടി വന്ന പുഴുവാവാനാണ് ചാൻസ് എനിക്ക് തോന്നിയൊരു കാര്യം. ഇനി അതുമല്ല, നിങ്ങളതിൽ വേറെ കാര്യം ശ്രദ്ധിച്ചോ, അത്രയും നേരം ഫുഡ് കഴിച്ച ഒരാൾ ആളുടെ കൈയിൻ്റെയും വെടിയും വെടിയൊക്കെ പുഴു വന്നിട്ടുണ്ടെങ്കിൽ ഫുഡിൽ നിന്ന് ഏതായാലും പുഴു അത്രയും മേലോട്ട് കയറി വരുന്നവരെ നമ്മൾ കാണും. നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ കയ്യിലും നമ്മുടെ അവിടെയൊക്കെ ആയിട്ട് കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഫുഡിൻ്റെ അകത്ത് നിന്ന് ഏതായാലും നമ്മുടെ വിരലുകൾ ത്രൂ ഏതായാലും ആ പുഴു മേലോട്ട് കയറി വരില്ല എന്നുള്ളത് ഉറപ്പല്ലേ. നമ്മൾ ഈ കാടടച്ച് വെടി വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പം അതിലും എനിക്കെന്തോ ഒരു സംശയം തോന്നി, എന്താ അങ്ങനെ പുഴു കയറി വന്നത്. ഒന്നുകിൽ അവർ ഈ ഫുഡ് ഓർഡർ ചെയ്ത സ്ഥലത്ത്, അതായത് ഇപ്പോൾ നമ്മൾ അവിടെ കൗണ്ടറുകളോ ആരും കൊണ്ടുവച്ച് തരുന്നില്ല ഫുഡ്, ഈ കൗണ്ടറിൻ്റെ അവിടെ ഇവിടെ പോയി ഫുഡ് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈ എവിടെ വെച്ച് അവിടെ എവിടെന്നെങ്കിലും ചിലപ്പം ചെറിയ പുഴുക്കളോ എന്തെങ്കിലുമൊക്കെ അവിടെ വേറെ എന്തെങ്കിലും കേട് വന്ന സാധനം വെച്ചിടുന്നൊക്കെ കയ്യിലോട്ട് കയറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഫുഡ് പാക്ക് ചെയ്ത് വെച്ചിട്ട്, അതായത് കിഴിപ്പൊറോട്ടയാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് എവിടെയെങ്കിലും ഒന്ന് വെച്ചെടുക്കുന്ന സമയമുണ്ട്. കാരണം മൃണാൾ പണ്ട് പറഞ്ഞിട്ടുണ്ടായി, നമ്മൾ ചില സമയത്ത് ആ ഫുഡ് ചോറ് ചൂട് കുറഞ്ഞ ബിരിയാണിക്ക് ചൂടില്ലാതെ ഏതോ ഒരാൾ പോയി അവിടെ കമൻ്റ് ഇട്ട് ചേച്ചി ഒരു വീഡിയോ ഇട്ട സമയത്ത് പുള്ളി പറഞ്ഞ് ചിലപ്പം പാക്ക് ചെയ്ത് അവിടെ വെച്ചിടുന്ന് അവിടുന്ന് പിന്നെ ഇവരെ വിളിക്കാൻ, ഇവരുടെ ടോക്കൺ വിളിക്കാൻ ലേറ്റ് ആയതോ അല്ലെങ്കിൽ ഇവരുടെ അടുത്തോട്ട് ഫുഡ് എത്താൻ ലേറ്റ് ആയതോ ആ സമയത്ത് ചിലപ്പം പുഴു കയറിയതാവാനുള്ള ചാൻസും ഉണ്ട്. അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് ഇവർ വരുന്ന വഴിയിൽ നിന്നോ അല്ലെങ്കിൽ അവിടെ നിന്നോടുത്തുന്നോ കഴുകി കൊടുത്തുന്നോ ഒക്കെ ഇത് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അവിടെ വെള്ളം കൊടുക്കുന്നത് നമ്മൾ അപ്പുറത്തെ ഡിസ്പെൻസറി വാട്ടർ ഡിസ്പെൻസർ പോലെ സംഭവങ്ങളുണ്ട്, അവിടെ നിന്ന് വെള്ളം എടുത്ത് വരുന്നതാണ്. അപ്പോൾ ചിലപ്പം ആ വാട്ടർ ഡിസ്പെൻസർ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിലും അതിൻ്റെയൊക്കെ ഇടയിലൊക്കെ ഇങ്ങനത്തെ പുഴുക്കൾ വന്നിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പം അവിടുന്ന് വന്നതും ആവും. ഞാനിപ്പോൾ മൊത്തത്തിൽ കുറ്റം പറയില്ല, നമ്മൾ ഈ ഫുഡിൽ നിന്ന് പുഴു കിട്ടിയെന്ന് പറഞ്ഞതുകൊണ്ടും ഇവരുടെ ഈ ഒരു മൊത്തം നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടില്ല, മൊത്തം ആ ഒരു സ്റ്റൈല് കണ്ടു കഴിഞ്ഞാലും അതൊരു പ്രോപ്പറായിട്ട് ഫുഡിൽ നിന്ന് അങ്ങ് പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഉണ്ടായി വന്ന ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെന്താ, നിങ്ങൾ ആ ഫുഡ് ശ്രദ്ധിച്ചു, അവർ അത്രയും ഭക്ഷണം കഴിച്ചും കഴിഞ്ഞിട്ടുണ്ട്. അത്രയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിടത്തൊന്നും ഇതിൻ്റെ താഴത്തു നിന്നും ഇങ്ങനെ ഒരു പുഴുവിനെ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ അവിടെ ലൈം ജ്യൂസ് അവർ കൊണ്ടുവച്ചിട്ടുണ്ട്, അതിൽ സ്ട്രോ ഉണ്ട്. ചിലപ്പം സ്ട്രോൻ്റെ അകത്തുനിന്നാവാം, സ്ട്രോൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും കിടന്ന സമയത്ത് സ്ട്രോൻ്റെ അകത്തുനിന്ന് പുറത്തോട്ട് വന്ന ഫുഡാവാം, ലൈം ജ്യൂസ് കൊണ്ട് വെച്ച ഗ്ലാസിൻ്റെ മുകളിൽ നിന്ന് വന്ന പുഴുവായിരിക്കാം. ഈ ഇങ്ങനെ ഒരുപാട് 100 കണക്കിൽ ചാൻസസ് ആണ് അവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ നമ്മളങ്ങ് കുറ്റം പറയാണ്ട് ഈ ചാൻസുകളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഇവിടെ നിന്നാവാം, വരുന്ന വഴിയിൽ നിന്ന് പുഴുവെല്ലാം മേലെ കയറിയതായിരിക്കാം, ഒക്കെ ആവാം. ഇനി അത് മാത്രമല്ല കേട്ടോ, ഇനി റൂഫിൻ്റെ മേലെ വല്ല പുഴുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് വീണതും ആവാന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്ന് വീണതും ആവാം, അതൊക്കത്തിനും ചാൻസ് ഉണ്ട്. പക്ഷേ ഇങ്ങനൊരു സംഭവം കണ്ടു കഴിഞ്ഞിട്ടും നമുക്ക് ഈ ദേഷ്യമില്ല, നമ്മളെന്താ പറയുക, നമ്മളിങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ ഇയാളെപ്പറ്റി എന്നെ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ മറുപടികളായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത് ആൾക്കാരെ. ഇപ്പോൾ ഒരാൾ ബിരിയാണി ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ബിരിയാണി കഴിക്കാൻ അറിയില്ല, അവന് തിന്നാൻ അറിയില്ല, അവന് ടേസ്റ്റ് അറിയില്ല, അവൻ കഴിച്ചിട്ടില്ല എന്നുള്ള ആക്ഷേപങ്ങളായിരുന്നു. ആ ഒരു അഭിപ്രായം പറഞ്ഞ ആളുടെ എതിരാക്ഷേപങ്ങളും അതിന് ഉപരി ഞങ്ങളുടെ ബിരിയാണിയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ കേരളത്തിലെ ക്ലൗഡ് കിച്ചൺ ത്രൂ പോകുന്നത് എന്നുള്ള പച്ചക്കളവുമായിരുന്നു. അല്ല, മറ്റേ എന്താ പറയുക, റൈസോപ്പ് ഉഷയുടെ ബിരിയാണിയും അല്ലെങ്കിൽ ഹംഗ്രി മൃണാളിൻ്റെ ബിരിയാണിയും ഒന്നും ഏറ്റവും കൂടുതൽ പോകുന്നത്. അതിനേക്കാളൊക്കെ 100 കണക്കിൽ കൂടുതൽ ബിരിയാണി ഒരുപാട് മറ്റ് ചെറിയ ചെറിയ സെൻറ്റേഴ്സിൽ നിന്ന് പോകുന്നുണ്ട്. അത് ഹംഗ്രി മൃണാളിനെ അറിയാത്തത് എന്താ വെച്ചാൽ പുള്ളിയുടെ ഉള്ളിലുള്ള ആ ഒരു പുള്ളിയുടെ ഞാനെന്ന ഭാവവും ഞാൻ ചെയ്തതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള തോന്നലും ഉള്ളത് കൊണ്ടാണ് പുള്ളിക്ക് അത് തോന്നിയത്. അല്ലാണ്ട് ഹംഗ്രി മൃണാളല്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബിരിയാണി വിൽക്കുന്ന സ്ഥലം. ഒരുപാട് മറ്റ് സ്ഥലങ്ങളുണ്ട്. അതിൻ്റെ ഒരു സർവേ പ്രോപ്പറായിട്ട് ഏതെങ്കിലും സ്റ്റഡി എടുക്കുക. അങ്ങനെ സ്റ്റഡി ഇല്ലാത്തതുകൊണ്ട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പം അങ്ങനെ സ്റ്റഡി ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു മലബാർ സൈഡിൽ പ്രത്യേകിച്ച് കോഴിക്കോട് നിന്നൊക്കെ ഏറ്റവും കൂടുതൽ ബിരിയാണി പോകുന്ന സ്ഥലങ്ങളുണ്ട്. ബക്കറ്റിൽ ബിരിയാണി എന്താ പറയുക സപ്ലൈ പോകുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അത് ചിലപ്പോൾ ആപ്ലിക്കേഷൻ ത്രൂ, സ്വിഗ്ഗി ത്രൂ, സൊമാറ്റോ ത്രൂ അല്ല, അതല്ലാണ്ട് ഓൺ കോളിൽ തന്നെ എത്ര ബിരിയാണി പോകുന്നുണ്ട്. കോഴിക്കോട് ചില ചെറിയ ചെറിയ കടയിൽ ചൂട് ബിരിയാണി ഇഷ്ടം പോലെ പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും പുള്ളി ആ പറഞ്ഞ തള്ളിനോട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം പുള്ളി ഇങ്ങനത്തെ തള്ളുകൾ പറയുമ്പോഴാണ് നമ്മൾക്ക് ഈ പുള്ളി എന്താണ് ഈ മനുഷ്യൻ ഇങ്ങനെ ഇത്രയും ബോധവും വിവരവും ഇല്ലേ, ഒന്നുമില്ല, കാണാൻ തന്നെ ഇത്ര തടിയും മണ്ണുള്ളൊരു മനുഷ്യനല്ല, ഇങ്ങനെ ഈ വഴി തോന്നുന്ന കളവ് വിളിച്ച് പറയണമെന്നുള്ള തോന്നൽ പോയി പോകും. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളി അതിന് ബാക്ക് ടു ബാക്ക് അതുവരെ
പുള്ളിയുടെ ചാനലിൽ 1-2 വീഡിയോ വരും, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും സെലിബ്രിറ്റീസ് വന്ന് വീഡിയോ ചെയ്യുന്നതിന് പകരം ഈ ഒരു ഇത് വന്നതിന് ശേഷം പുള്ളി പ്രൊമോഷൻ എന്നുള്ള മാർക്കറ്റിംഗ് പല 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 ചാനലുകളായിട്ട് കയറി ഇറങ്ങി പുള്ളി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതായത് പുള്ളി വീഡിയോസ് ചെയ്യുന്നുണ്ട്, എല്ലാത്തിലും മെഴുകുകയാണ് കിടന്നിട്ട്, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മെഴുകി തേൻ ഒട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എല്ലാവരും ഇതിൻ്റെ ഓരോ പോർഷൻസും എടുത്തിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഏറ്റവും ലാസ്റ്റായിട്ട് 1-2 വീഡിയോ വന്നിരുന്നു. ഇന്നിപ്പം കുറച്ച് മുമ്പ് മറ്റൊരു വീഡിയോ കണ്ട് പുള്ളി ഒരാൾ അഭിപ്രായം പറയുന്ന ഫീഡ്ബാക്ക് പറയുന്ന ഒരു വീഡിയോ ഇരുന്നിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും എന്തൊരു അഹങ്കാരമാണ് മനുഷ്യ, എന്തൊരു അഹങ്കാര ചെങ്ങായി, ഞങ്ങൾക്ക് പരിപാടി നിർത്തിക്കൂടെ എന്നുള്ള തോന്നൽ തോന്നിപ്പോവും. അന്ന് കണ്ടു നോക്ക്. നമസ്കാരം. ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. ബിരിയാണി പോരാ, പണ്ടത്തെ എത്ര പോലെ. എന്ത് പ്രശ്നം അതെനിക്കറിയില്ല. പണ്ടത്തെ ബിരിയാണി അതൊക്കെ ഒരു കാലം. നമ്മൾ തുടങ്ങിയിട്ട് അത്രയല്ലേ ആയുള്ളൂ. അപ്പൊ പണ്ടത്തെ അല്ല, എനിക്കറിയില്ല. ബിരിയാണി പൊതുവെ പോരാന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. പരിപ്പൂടേയും പോരാ, പണ്ടത്തെ പരിപ്പൂടിയായിരുന്നു പരിപ്പൂട. ഈ ബിരിയാണി നമ്മൾ ഒരു ഓതന്റിക് റെസിപ്പി എടുത്ത് റെസിപ്പി കാർഡ് ഉണ്ടാക്കി പല ട്രയൽ നടത്തി അങ്ങനെ ഒരു അത് എങ്ങനെ മാറ്റണ്ടേ അതെനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു. 11 ലൈക്സ് ആണ് കിട്ടിയത്. അതിൽ 1 ലൈക്ക് എന്റെയാണ്. മോനെ, ഇത് 10,000-കണക്കിന് പേര് കഴിക്കുന്ന ബിരിയാണി അല്ലേ? ഇന്നും ഒരുപാട് പേര് കഴിച്ചില്ലേ? അപ്പൊ 11 പേർക്ക് വേണ്ടി 10,000-കണക്കിന് പേര് ഇഷ്ടപ്പെടുന്ന ബിരിയാണി മാറ്റാൻ പറ്റുമോ? കണ്ടല്ലേ, 10,000-കണക്കിൽ കഴിക്കുന്ന ബിരിയാണി ഇല്ല. അങ്ങനെ സ്വയം പൊങ്ങാണ്ടിരുന്നൂടെ മൃണാളേട്ട നിങ്ങൾക്ക്? ആ സ്വയം പൊങ്ങൽ കുറഞ്ഞിട്ട് ഇങ്ങനത്തെ ഈ ഒരു അഭിപ്രായം ഫീഡ്ബാക്ക് പറഞ്ഞ ഒരുത്തനെ കളിയാക്കുന്ന രീതിയിലോട്ടും, അല്ലെങ്കിൽ അതിന് സോഷ്യൽ മീഡിയയിൽ അവൻ കൊണ്ടിട്ടു എന്ന് പറഞ്ഞാൽ ആ സോഷ്യൽ മീഡിയനെ കളിയാക്കുന്നതിനോടൊക്കെ നിങ്ങളുടെ കളിയാക്കുന്ന ഒരു നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരു നെഗറ്റിവിറ്റി കളിയാക്കി കഴിഞ്ഞാൽ അത് ഫുഡിന് നല്ലതല്ല ഒരിക്കലും. നിങ്ങൾ പല കാര്യത്തിലും നെഗറ്റീവ് മാർക്കറ്റിംഗ് ടെക്നിക്സ് ഉണ്ട് അല്ലേ? നമ്മളൊരു നെഗറ്റിവിറ്റി പരത്തിലുള്ള മാർക്കറ്റിംഗ് ടെക്നിക്സ് കൊടുക്കാറുണ്ട്. പക്ഷേ ഫുഡിന് നമ്മളത് കൊടുത്തു കഴിഞ്ഞാലല്ലോ ആൾക്കാർ കുറച്ചൊന്നും മടിക്കും, കുറച്ചൊന്നും മടിക്കും. പിന്നെ നിങ്ങൾ അവിടെ നിങ്ങളുടെ അവിടെ വന്ന് കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ അവിടുത്തെ ഒരു തൂണിലും തുരുമ്പിലും പൊടി കണ്ടാൽ പോലും ആൾക്കാർ അതിന് സംസാരിക്കും. അങ്ങനെ സംസാരിച്ച് വന്ന ഒരാൾക്കാർ പിന്നെ അങ്ങോട്ട് വരികയും ചെയ്യില്ല. അതാണ് ഈ ഒരു മാർക്കറ്റിംഗ്, ഈ നെഗറ്റിവിറ്റി മാർക്കറ്റ് ഫുഡിന് കൊടുത്തു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ നിങ്ങൾ ഈ പച്ചക്ക് കളിയാക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതാണ് ഒരാൾ ഫീഡ്ബാക്ക് പറഞ്ഞാൽ അതിന് ഫീഡ്ബാക്ക് ആയിട്ട് കാണുന്നത്, അല്ലാണ്ട് അതിനൊരുമാതിരി പുറംകാലം കൊണ്ട് തട്ടുന്ന തരത്തിലുള്ളൊരു റെസ്പോൺസ് നിങ്ങൾ കൊടുക്കാണ്ടിരുന്നാൽ വളരെ നല്ലതായിരുന്നു. ഇതിൻ്റെ ബാക്കിയൂടെ കേൾക്കേ. എനിക്കറിയില്ലേ പണ്ടത്തെ ബിരിയാണി ആക്കാൻ പറ്റും. എന്താ മാറ്റണ്ടേ? ഞാൻ നോക്കാം. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ, ആ കളിയാക്കി ചെയ്താണെങ്കിലും ഫീഡ്ബാക്ക് എന്താണ് മാറ്റേണ്ടത് വെച്ചപ്പോൾ അവൻ എന്താന്ന് പറയുന്നില്ല. അത് ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പം എന്താണ് മാറ്റേണ്ടതെന്ന് ഇപ്പം നിങ്ങളുടെ വായെന്ന് ചോദിച്ചില്ല. ആ ചോദ്യം നിങ്ങൾ അന്ന് നിങ്ങളുടെ ആ വീഡിയോക്ക് വന്ന് കമൻറ്റ് ഇട്ട് എടുത്താലേ മൃണാളേട്ട നിങ്ങളുടെ ബിരിയാണി പോരാ എന്ന് പറഞ്ഞപ്പം മോൻ കഴിച്ചിട്ടില്ല ബിരിയാണി, അതല്ലെങ്കിൽ മോൻ കഴിച്ച ബിരിയാണി രാവിലെ ഓർഡർ ചെയ്ത ബിരിയാണി ആയിരിക്കും, അതല്ലെങ്കിൽ മോന് ബിരിയാണി എന്താ എന്നറിയില്ല എന്നുള്ളൊരു മറുപടി പറഞ്ഞില്ലേ. അതിന് പകരം ഇപ്പം ഇതിൽ അവനെ കളിയാക്കാൻ വേണ്ടി മൃണാളേട്ടൻ ഒരു കാര്യം ചോദിച്ചില്ല, എന്താണ് മാറ്റം വരുത്തേണ്ടത്? ആ ചോദ്യം അന്ന് ചോദിച്ചിരുന്നെങ്കിൽ അതൊരു ട്രോളാവുമായിരുന്നു. ഇല്ല, അതായത് ഒരാൾ അഭിപ്രായം പറഞ്ഞു, എന്താണ് മാറ്റം വേണ്ടത്, എത്തരത്തിലുള്ള ചേഞ്ചസാണ് വരുത്തേണ്ടതെന്ന് നിങ്ങൾ പറയുന്നത്. വെറുതെ ഒരു അഭിപ്രായം ചോദിച്ചാൽ മതി. ഇപ്പം നിങ്ങൾ മാറ്റണമെന്നൊന്നും ആരും പറയുന്നില്ല. എന്താ, ഫുഡാണ്, പലർക്കും പല പല ടേസ്റ്റാണ്. അപ്പോൾ അവനെ പുറംകാലം കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ തട്ടാണ്ട് ആ ഒരു ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ ഇത്ര കയറി പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയ കാര്യം. അപ്പോൾ ആ പെട്ടെന്ന് ഒരാൾ ചോദ്യം ചോദിച്ചപ്പോൾ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നിങ്ങൾ ആ വർത്താനം അന്ന് പറഞ്ഞത് അല്ലേ? ബ്രോ, ഒരു പെപ്സിയും പോരാ. അതെ, പെപ്സിക്കൊന്നും പഴയ ടേസ്റ്റ് ഇല്ല. പണ്ടത്തെ പെപ്സി ആയിരുന്നു പെപ്സി. നീ ഒരു കാര്യം ചെയ്യും, നീ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും, എത്ര ലൈക്ക് കിട്ടും നോക്കാം. ആ ലൈക്കിന്റെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് ഞാൻ അവരോട് പറയാം, അതിന്റെ ടേസ്റ്റ് മാറ്റിത്തരാം. അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഏതാണെങ്കിലും അത് പെപ്സിനോട് പറയേണ്ട കാര്യമില്ല. അത്യാവശ്യം നിങ്ങളോട് ഇപ്പോൾ എല്ലാവരും അത് വേണ്ട പോലെ പറയുന്നുണ്ട്, വേണ്ടിയിട്ടും വേണ്ടാണ്ടിയും പറയുന്നുണ്ട്. ഫേസ്ബുക്കിൽ മാത്രമല്ല, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ യൂട്യൂബിലും പിന്നെ ഏതൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട് അവിടെ എല്ലാം ഇതിട്ട് ആൾക്കാർ വേണ്ട പോലെ പറയുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള പ്രത്യേകിച്ച് ഒരു മെച്ചോ അല്ലെങ്കിൽ തിരക്കോ ഒന്നും അവിടെ കണ്ടില്ല. കഴിഞ്ഞ ദിവസം സായി, നമ്മുടെ സീക്രട്ട് ഏജൻറ്റും ബാക്കിയുള്ളവരൊക്കെ അവിടെ വീഡിയോ വന്നിട്ടു. അതിനുശേഷം ഞാൻ ഇന്നലെയും മെനിയാന്നായിട്ട് ഒരുപാട് പേര്
ഹംഗ്രി മൃണാൾ കയറിയിട്ട് എന്താണ് ഇവിടുത്തെ പ്രശ്നം, എന്താണ് കാണട്ടെ എന്നും പറഞ്ഞിട്ട് വന്ന വീഡിയോസിൻ്റെ പോർഷൻസ് കണ്ടു. അതായത് ഓരോ ആൾക്കാർ വ്ളോഗ് ഇടുന്നത്. അപ്പോൾ വ്ളോഗ് ഇടുന്ന സമയത്ത് ഇവർ ചെല്ലുന്ന സമയത്ത് അവിടെയൊക്കെ കാലിയാണ്, ഒരു 2-3 സീറ്റൊക്കെ അവിടെ തിരക്കിലുള്ളൂ, അല്ലാണ്ട് അവിടെ ഒരു ക്യൂവോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഈ കേരളത്തിലെ 10,000 ബിരിയാണി വിറ്റ് പോകുന്ന സ്ഥലം എന്നുള്ള തള്ളൊക്കെ കണ്ട് കുറച്ച് നമ്മൾ ഈ കേരളത്തിലാണ്, നമ്മൾ ലാൻഡിൽ, നമ്മൾ മണ്ണിലാണ് കാല് കുത്തുന്നത് എന്നുള്ളൊരു ചിന്ത വേണം. അല്ലാണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. മണ്ണിന്ന് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും, മണ്ണിന്ന് ആരെന്ത് മീഡിയയിലും ഇതിലും കാര്യങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അതൊന്നും എനിക്കൊരു പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പറന്ന് നടക്കുക എന്നുള്ള ചിന്ത മാറ്റിയിട്ട് നിങ്ങളപ്പോൾ എല്ലാവരും കൂടെ ശൂന്യാകാശത്തോട് പറത്തിക്കൊണ്ടിരിക്കുക എന്നുള്ള സ്വയബോധം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും നിങ്ങൾക്കില്ല. അപ്പോൾ നിങ്ങളിപ്പം ഇന്നിപ്പോൾ നമ്മൾ പുഴുവിനെ കിട്ടി, നമ്മൾ മുമ്പ് ഈച്ചനെ കിട്ടിയിരുന്നു, പുഴുവിനെ കിട്ടി, ഇനി എന്ത് പുതിയ സാധനങ്ങളാണ് ആൾക്കാർ അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പോകണമെന്നുള്ളത് ശ്രദ്ധിച്ചാൽ നിന്ന് നിങ്ങൾ അതിന് പകരം നല്ല രീതിയിൽ അതിനൊരു പോസിറ്റീവായിട്ട് എടുത്ത് നിങ്ങൾ നല്ല രീതിയിൽ അതിന് റെസ്പോൺസ് ചെയ്തിരുന്നെങ്കിലല്ലോ ആൾക്കാർ ഇനി നിങ്ങളുടെ ചോറിന് വലിയ പാറ്റനെ കിട്ടിയാൽ പോലും മിണ്ടൂലായിരുന്നു. ഒന്ന് പറയുന്നു മൃണാളുടെ എങ്ങനെ പ്രശ്നമുണ്ട് നോക്കണേ എന്നേ പറയുള്ളായിരുന്നു. ഇത് അതിന് പകരം ഇനിയിപ്പോൾ അതിൽ നിന്ന് എറുമ്പും വേണ്ട ചങ്ങായി, തോന്നുന്ന എന്തെങ്കിലും സാധനം പൊടി കിട്ടിയവരെ ആൾക്കാർ അതിനെ വലുതാക്കി പറയുന്നത് ആ രീതിയിലോട്ട് നിങ്ങളെ പ്രതിച്ഛായ മാറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ ഹംഗ്രി മൃണാളുടെ പ്രതിച്ഛായ നിങ്ങൾ ആ രീതിയിലോട്ട് മാറ്റി. അതാണ് ഇവിടെ പ്രശ്നമായത്. എന്നിട്ടും ഒരു കൂസലില്ലാണ്ട് വീഡിയോ ഇടാനുള്ള നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. അതിനുശേഷം അത്രയും ദിവസം ഈ വേറൊരു പ്രത്യേക കാര്യം പറയാനുള്ള, ഇത്രയും ദിവസം ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അതായത് ഫുഡിൻ്റെ കാര്യം മാത്രം ഇട്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഈ ഒരു നെഗറ്റിവിറ്റി വന്ന അന്ന് മുതൽ നിങ്ങൾ പിന്നെ പുതിയ പോസ്റ്റുകൾ, ആ പുതിയ പോസ്റ്റുകൾ എന്താ പറയുന്നത്, നിങ്ങൾ കൊച്ചിയിൽ മൊത്തം 10-30 പുതിയ ഔട്ട്ലെറ്റ് തുറക്കാൻ പോവാണ്, അതിനുള്ള സ്ഥലം വേണം, അതിനത് വേണം, ഇത് വേണം, എന്നെക്കൊണ്ട് പറ്റുന്നില്ല, ആളുകൾ തള്ളിക്കയറി വരുന്നു, എല്ലാം കൂടെ പറ്റുന്നില്ല എന്നും പറഞ്ഞിട്ടുള്ള ആ ഒരു തള്ളുണ്ടല്ലോ, ആ തള്ളു കാണുമ്പോൾ ആർക്കറിയാം ഇവന് എന്ത് മെഴുകലാണ്. അതായത് ആ ഒരു നെഗറ്റിവിറ്റി ഒഴിവാക്കാൻ, അല്ലെങ്കിൽ ആൾക്കാരുടെ നെഗറ്റിവിറ്റി ഒഴിവാക്കാൻ നിങ്ങൾ ഈ പോസിറ്റിവിറ്റി വാരി വിതറുന്നുണ്ടല്ലോ, ഇതെല്ലാം കൂടെ അവസാനം പട്ടക്കം പൊട്ടുന്ന പോലെ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ കിടന്നിട്ട് എന്ന് എൻ്റെ മൃണാളേട്ടൻ ചിന്തിച്ചാൽ നല്ലത്. അപ്പം ഓൾ ദ ബെസ്റ്റ് മൃണാളേട്ട. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള തുറക്കുന്ന ഓരോ പുതിയ സ്ഥാപനങ്ങളിലും നമ്മൾ ഈച്ചനെ വളർത്തിയിട്ടും പുഴുവിനെ വളർത്തിയിട്ടും അല്ലെങ്കിൽ വേറെ പല സംഭവങ്ങൾ നമ്മൾ വളർത്തിയിട്ടും സ്റ്റോക്ക് നമ്മൾ പൈസ വെക്കും, ചമ്മന്തിക്ക് നമ്മൾ പൈസ എടുക്കും, അങ്ങനെ നമ്മൾ എല്ലാം എടുത്തിട്ട് പാവപ്പെട്ടവന് കഞ്ഞി കൊടുക്കുന്ന, അതായത് പാവപ്പെട്ടവന് AC റൂമിലിരുന്ന് കഞ്ഞി കൊടുക്കുന്ന ഒരു വലിയ പാവപ്പെട്ടവൻ്റെ സംരംഭമായിട്ട് മൃണാളേട്ടൻ്റെ ഹംഗ്രി മൃണാൾ വളർന്ന് പടർന്ന് പന്തലിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.